എല്ലാ ചങ്ങാതിമാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. മഴയെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മഴയത്തൂടി നടക്കാനും മഴയുടെ ഓർമ്മകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനും ഏറെ ഇഷ്ടപ്പെടുന്നവർ. ഈ മഴക്കാലത്ത് മഴയെ ചേർത്ത് പിടിക്കുന്ന, മഴയിലൂടെ പോകുമ്പോൾ നിരവധി ഓർമ്മകളാൽ നമ്മുടെ ജീവിതത്തെ ഉണർത്തുന്ന ഒരു പുസ്തകമാണ് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. രാത്രി മുഴുവൻ മഴയായിരുന്നു എന്ന പുസ്തകം. വിനായക് നിർമ്മലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. മീഡിയ ഹൗസാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. രാത്രി മുഴുവൻ മഴയായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. പെയ്ത മഴ മുഴുവൻ സ്നേഹമായിരുന്നു. നിൻ്റെ ഓർമ്മയിൽ ഈ സ്നേഹത്തിൻ്റെ മഴയിൽ മിഴിനീര് തോരാതെ ഞാൻ നിന്നു. ഈ വാചകത്തോടു കൂടിയാണ് പുസ്തകം ആരംഭിക്കുന്നത്. 22 അധ്യായങ്ങളും നാം നനയേണ്ട സ്നേഹത്തിൻ്റെ മഴയെക്കുറിച്ച്, അല്ലെങ്കിൽ നാം കൂടെ നിൽക്കേണ്ട സ്നേഹത്തിൻ്റെ മഴയെക്കുറിച്ച്, അപരൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒക്കെയുള്ള ചെറിയ ചെറിയ കുറിപ്പുകളാണ്. ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് വയ്ക്കാവുന്ന, അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില പുണ്യങ്ങളെക്കുറിച്ചും ചില ചങ്ങാത്തങ്ങളെക്കുറിച്ചും സുഹൃതങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലാണ് വിനായക് നിർമ്മലിൻ്റെ രാത്രി മുഴുവൻ മഴയായിരുന്നു എന്ന ഈ പുസ്തകം. പുസ്തകം ആരംഭിക്കുന്നത് മഴ നനവുകൾ എന്ന അധ്യായത്തിലൂടെയാണ്. മഴ നനവുകൾ. സ്നേഹത്തിൻ്റെ പ്രവാഹമാണ് മഴ. സ്നേഹമുള്ളവരെ ചേർത്തു നിർത്തുന്ന ഒരു ഘടകം അതിനുണ്ട്. സാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോഴും കുറേ കൂടി സ്നേഹത്തിൽ നിറയ്ക്കുവാൻ ഓരോ ബന്ധങ്ങൾക്കിടയിലും മഴ പെയ്യുന്നുണ്ട്. ഒരു മഴപ്പെയ്ത്തിൻ്റെ ആഭാവമാണെന്ന് തോന്നുന്നു നമ്മുടെ ബന്ധങ്ങളെയെല്ലാം വരണ്ടതാക്കി മാറ്റുന്നുണ്ട്. ഇത്തിരിയൊക്കെ മഴക്കനവുകൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് വലിയ പരിക്കുകളൊന്നും കൂടാതെ ഈ ലോകത്ത് ജീവിക്കാനാവുമെന്നും തോന്നുന്നു. എത്ര അർത്ഥവത്തായ വാചകങ്ങളാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓരോ ബന്ധങ്ങൾക്കിടയിലും സ്നേഹത്തിൻ്റെ മഴ പെയ്യുന്നുണ്ട്. ഇനി ആ സ്നേഹത്തിൻ്റെ മഴ നമ്മുടെ ഇടയിലില്ലെങ്കിൽ അവിടെയാണ് വരൾച്ചകളുടെ തുടക്കം. അവിടെയാണ് സ്നേഹരാഹിത്യത്തിൻ്റെ തുടക്കം. അപ്പോൾ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ മഴ പെയ്യിക്കുക. സ്നേഹത്തിൻ്റെ മഴയിൽ എല്ലാവരെയും ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കുക. എത്ര മനോഹരമായ ആശയമാണ്. മഴയ്ക്ക് സ്നേഹത്തിൻ്റെ കുളിരുമുണ്ട്, സൗഹൃദത്തിൻ്റെ നനവുമുണ്ട്, പ്രണയത്തിൻ്റെ മഴവില്ലുമുണ്ട്. ഓരോ മഴയ്ക്ക് ശേഷവും ഓരോ മഴവില്ല് തെളിയുന്നുണ്ട് ആകാശത്ത്. മഴ നമുക്ക് പ്രതീക്ഷയും നൽകുന്നുണ്ട്. ഭൂമിയെ ഫലമണിയിക്കാനുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണെന്ന് തോന്നുന്നു മഴ. മഴയില്ലായിരുന്നുവെങ്കിൽ ഒരു തളിരിലയുടെ പോലും പച്ചപ്പില്ലാതെ ഭൂമി എത്രയോ വരണ്ടു പോകുമായിരുന്നു. തീർച്ചയായും മഴ നമ്മെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. അത് മനുഷ്യരെ നിഷ്പക്ഷതയോടെ കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരേപോലെ പെയ്യുന്ന മഴയാണെന്ന് ബൈബിളും പരാമർശിക്കുന്നുണ്ട്. മഴയിലൂടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ കരയുന്നത് ആരും അറിയുന്നില്ലല്ലോ. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ചാർലി ചാപ്ലിനാണ്. ലോകത്തെ മുഴുവൻ കുടുകൂടെ ചിരിപ്പിച്ച ചാർലി. പെയ്യുന്ന മഴയുടെ താളമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നാം നനയുന്ന മഴയുടെ ഈണമൊന്ന് ശ്രദ്ധിച്ചാൽ, പലപ്പോഴും അതിലൊക്കെ സങ്കടങ്ങളുടെ പെയ്ത്തും ദുഃഖങ്ങളുടെ സഹനങ്ങളുടെ പെയ്ത്തുമുണ്ട് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഈ മഴയിലേക്ക് ഇറങ്ങാൻ, ഈ മഴയിലൂടെ നിന്ന് ദുഃഖങ്ങളെയും വേദനകളെയും ഒക്കെ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഴയിൽ ലയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കഥയും കവിതയും എഴുതുന്നത് പോലെയല്ല ഇന്നത്തെ കാലത്തെ മഴ. കുട്ടിക്ക് സ്കൂൾ മുടങ്ങിയാൽ അതാണ് പ്രശ്നം. FBക്കും വാട്സപ്പിനുമിടയിൽ ഏതെങ്കിലും മഴകൾ അവർക്കിടയിൽ ഉണ്ടാകുമോ ആവോ? പെയ്തു തീർന്ന മഴകളേക്കാൾ എത്രയധികം ഉണ്ടാവും പെയ്യാതെ പോകുന്ന മഴകൾ. പറഞ്ഞു വരുന്നത് സൗഹൃദത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മഴയായി, സ്നേഹത്തിൻ്റെ ഇളം കാറ്റായൊക്കെ നമുക്ക് ഒന്ന് പെയ്യാൻ സാധിച്ചാൽ അവിടെയാണ്
സൗഹൃദത്തിൻ്റെ ആഴമൊക്കെ അത്രമാത്രം ശക്തമായി നമ്മുടെ ജീവിതത്തിൽ തളിരിടുന്നത്. ഇങ്ങനെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മഴയുമായി സൗഹൃദത്തിൻ്റെ ചില ആശയ വരമ്പുകൾ വിനായക് നിർമ്മൽ മനോഹരമായാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ രാത്രി മുഴുവൻ മഴയായിരുന്നു എന്ന പുസ്തകത്തിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് അമ്മയെക്കുറിച്ചുള്ള എഴുത്താണ്. അമ്മ കടൽ കാണുമ്പോൾ. ഒത്തിരി നാളുകൾക്ക് ശേഷം അമ്മയുടെ ആഗ്രഹം സാധിക്കുന്ന ഒരു അനുഭവത്തോടു കൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. കടൽ കാണാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന അമ്മയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു അനുഭവം. കടൽ കാണുക എന്ന ആഗ്രഹം സഫലമാകാൻ അമ്മ കാത്തിരുന്നത് 82 വർഷങ്ങളായിരുന്നു. തീരെ ചെറിയ ഒരാഗ്രഹം. അതിനുവേണ്ടി കാത്തിരുന്ന വർഷങ്ങളോ അതിവിദൂരം തന്നെ. അതുകൊണ്ട് ആഗ്രഹങ്ങൾ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, വൈകുന്നതിൻ്റെ പേരിൽ ഇനി ഒരാഗ്രഹവും സാധിച്ചു കിട്ടില്ല എന്ന് നീ പറയരുത്. എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തോട് ചേർന്ന് നിന്ന് കാണാൻ ശ്രമിക്കുക. ദൈവം അത് സാധിച്ചു തരും. ദൈവം ആശീർവദിക്കുന്ന ആഗ്രഹങ്ങളാണ് സാധിക്കുന്നത്, അല്ലാതെ നീ മനസ്സാലെ സ്വാർത്ഥതയാലെ നിരൂപിച്ചു കൂട്ടുന്ന ആഗ്രഹങ്ങൾ അല്ല. എത്ര മനോഹരമായ ആശയമാണ്. ദൈവം ആശീർവദിക്കുന്ന ആഗ്രഹങ്ങളാണ് നമുക്ക് സാധിച്ചു തരുന്നത്. ദൈവം ആശീർവദിക്കുന്ന ആഗ്രഹങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നിന്നും സ്വപ്നങ്ങളായൊക്കെ വരുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്? എന്തുമാത്രം ആഴത്തിലും എന്തുമാത്രം ദൈവികതയിലുമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം നിലകൊള്ളുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അമ്മമാരുടെ മനസ്സുകൾക്കെല്ലാം കടലിൻ്റെ ആഴങ്ങളുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ സകലമാന അമ്മമാരുടെയും കണ്ണീര് കടഞ്ഞാണോ ദൈവം കടൽ തീർത്തത്? ലോകത്തിലെ സകലമാന അമ്മമാരുടെയും കണ്ണുനീർ കടഞ്ഞാണോ ദൈവം കടൽ തീർത്തത്? അതായിരിക്കുമോ കടൽ വെള്ളത്തിന് ഉപ്പുരസമുള്ളത്? അറിയില്ല. മനോഹരമായ ആശയമാണ്. അമ്മമാരെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ നെഞ്ചിൽ കടലിരമ്പുന്നുണ്ട്. വേദനയുടെയും പ്രതീക്ഷയുടെയും കടൽ. ജീവിതത്തിൻ്റെ അസ്തമയത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ അമ്മ അസ്തമയം കണ്ടത്. അമ്മ കണ്ടത് തൻ്റെ തന്നെ ജീവിതമായിരിക്കുമോ? അറിയില്ല. ഇനി എത്ര ഉദയങ്ങൾ, പിന്നെ അസ്തമയങ്ങൾ അമ്മയെ കാത്തിരിക്കുന്നുണ്ടാവും? അതും അറിയില്ല. എങ്കിലും എനിക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അമ്മയുടെ തീരെ ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചുവെന്ന്. അമ്മ കടൽ കണ്ട രാത്രിയിൽ ഉറക്കത്തിന് മുമ്പ് കുറച്ചു നേരം ഞാൻ അമ്മയുടെ കട്ടിലിലാണ് കിടന്നത്. അമ്മയപ്പോൾ എൻ്റെ കരം പിടിച്ച് നെഞ്ചോട് ചേർത്ത് തൊണ്ടയിടറി പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നിനക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടമെന്ന് എനിക്കറിയാം. എൻ്റെ മക്കളെല്ലാം ആ നേരം എൻ്റെ അടുത്തുണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തമ്പുരാൻ്റെ ഇഷ്ടം പോലെ അത് സാധിച്ചു കിട്ടട്ടെ. എൻ്റെ കണ്ണുകൾ അപ്പോൾ മറ്റൊരു കടലായി മാറി. അമ്മേ, എൻ്റെ അമ്മയെന്ന സങ്കടം എൻ്റെ നെഞ്ചിൽ തട്ടിമറിഞ്ഞു. എപ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ദൈവം ആശീർവദിക്കുന്നത്? എപ്പോഴാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ, നമ്മുടെ ഉറ്റവരുടെ, ഉടയവരുടെയൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഒരു തരിയെങ്കിലും സാധിച്ചു കൊടുക്കാൻ ഞാൻ കാരണമാകുന്നത്? കടൽ പോലെ അമ്മയെന്നും ഉള്ളിൽ ഒരു കടൽ സൂക്ഷിക്കുന്നുണ്ട്. അതിനെന്നും ഉപ്പുരസമുണ്ടെങ്കിൽ, കണ്ണുനീരിൻ്റെ ഉപ്പുരസമാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൻ്റെ ഏകാന്തതകളിലേക്ക്, അവരുടെ സ്വപ്നങ്ങളിലേക്ക് നാം കടന്നു ചെന്നേ മതിയാവും. തോമാസ് ലീഹായുടെ ധീരതയെക്കുറിച്ചും അവൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ വാചാലരാണ് നാം. പക്ഷേ വിനായക് നിർമ്മൽ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലൂടെ തോമസിൻ്റെ സ്വഭാവത്തിന് മറ്റൊരു തലം കൊടുക്കുകയാണ്. അതിൻ്റെ പേര് തോമസ് സ്നേഹത്തിൻ്റെ അഭിഷിക്തൻ എന്നാണ്. സ്നേഹത്തിൻ്റെ അഭിഷിക്തനാണ് തോമാസ് ലീഹ. ഒരാൾക്ക് വേണ്ടി മരിക്കാനും സന്നദ്ധത പ്രകടിപ്പിക്കാൻ മാത്രം നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? സ്വന്തം മരണനേരത്ത് ഏതൊരാളുടെ കരം കോർത്തിരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്? ഏതൊരാളെയാണ് മരണത്തിൻ്റെ അന്ത്യവിനാഴികയിലും
ചൂട് കുറയാത്ത സ്നേഹവായ്പോടെ ചുംബിക്കാൻ നീ ആഗ്രഹിക്കുന്നത്? അവനോടുകൂടി മരിക്കേണ്ടതിന് നമുക്കും പോകാം. ക്രിസ്തുവെന്ന സ്നേഹത്തെ തിരിച്ചറിഞ്ഞതിൻ്റെയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലിൻ്റെയും തികവിൽ നിന്നാണ് തോമസ് ഇത് പറയുന്നത്. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. തോമാസ് ശ്ലീഹായെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇത്തവണ ഇങ്ങനെ ഒരു മുഖം കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. തോമസിൻ്റെ സ്നേഹത്തിൻ്റെ മുഖം. സത്യത്തിൽ ഈ മുഖത്തിനാണ് കൂടുതൽ ചൈതന്യം. ഏതൊക്കെയോ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടും തോമസിനെ എന്തേ ആരും സ്നേഹത്തിൻ്റെ തലങ്ങളിൽ വിലയിരുത്താൻ മറന്നുപോയത്? ആ സ്നേഹമെന്തേ ആരും തിരിച്ചറിയാതെ പോയത്? വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ ആദ്യമായി അതിൻ്റെ ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കിയത് തോമസ് ആയിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിനോടുകൂടി മരിക്കാനും അയാൾ സന്നദ്ധത പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് സ്നേഹം? അല്ലെങ്കിൽ എന്തല്ല സ്നേഹം? കുഞ്ഞു കിണറ്റിൽ വീഴുമ്പോൾ കിണറാഴങ്ങളിലേക്ക് ചാടി വീഴുന്ന ഒരമ്മയെ ചിന്തിക്കൂ. എന്ത് ധൈര്യമാണ് അവൾക്കുള്ളത്? അവൾ തന്നെയും വിസ്മരിക്കുകയാണ്. മുമ്പിൽ ഒന്നു മാത്രം, അത് കുഞ്ഞാണ്. അതിനെ രക്ഷിക്കണം. താൻ മരിച്ചാലെന്ത്, ജീവിച്ചാലെന്ത്? സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലെന്ന് ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴികളിൽ നിന്ന് നാം കേൾക്കാറുണ്ട്. മരണത്തിലും ഒന്നിക്കുന്നതാണ് സ്നേഹം. അതിൻ്റെ ആഴമളക്കാൻ ആർക്കാണ് കഴിയുക? സ്നേഹവും മരണവും തമ്മിൽ ഏറെ ചേർച്ചയുണ്ട്. സ്നേഹത്തിനപ്പുറം മരണമുണ്ട്. ഒരാളുടെ സ്നേഹത്തിൻ്റെ അന്ത്യം അയാളുടെ മരണമാണ്. എന്നാൽ മരണത്തിനപ്പുറവും സ്നേഹം മാത്രം ബാക്കിയാവുകയാണ്. സ്നേഹമെന്നാൽ സ്പർശനമെന്നും കൂടി അർത്ഥമുണ്ട് എന്ന് കാണിച്ചു തന്നവൻ കൂടിയാണ് തോമസ്. ക്രിസ്തുവിൻ്റെ മുറിവേറ്റ വിലാപ്പുറത്ത് തോമസ് സ്പർശിക്കാൻ ആഗ്രഹിച്ചത് സംശയാദൂരീകരണം കൊണ്ടായിരുന്നുവെന്ന് ആരാണ് ഇത്രമേൽ ശഠിക്കുന്നത്? ക്രിസ്തുവിനോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ഒന്നാകൽ, ആ മുറിവിൻ്റെ ആഴം മനസ്സിലാക്കൽ, ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുക. സ്നേഹമെന്നാൽ മുറിയപ്പെടലാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ. അതിനെല്ലാമാണ് ആ വിലാപ്പുറത്ത് കരം ചേർക്കാൻ തോമസ് ആഗ്രഹിച്ചത്. ഞാൻ സ്പർശിച്ചത് നിൻ്റെ ഉടലിനെ മാത്രമായിരുന്നില്ല, നിൻ്റെ ആത്മാവിൻ്റെ മുറിവുകളെ കൂടിയായിരുന്നു. മനോഹരമായ ഒരു ഭാഷ്യമാണിത്. ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ സ്പർശിച്ചത് നിൻ്റെ ഉടലിനെ മാത്രമായിരുന്നില്ല, നിൻ്റെ ആത്മാവിൻ്റെ മുറിവുകളെ കൂടിയായിരുന്നു. സ്പർശങ്ങൾ സൗഖ്യം കൂടിയാണ്. അത് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മുറിവുകളെ ഉണക്കുന്നുണ്ട്. സ്പർശിക്കുന്നവനും സ്പർശം അനുഭവിക്കുന്നവനും അത് സൗഖ്യം പ്രദാനം ചെയ്യുന്നുണ്ട്. ഉത്തിതനെങ്കിലും ക്രിസ്തുവിന് മുറിവുകളുണ്ട്. ഇന്നും ക്രിസ്തുവിന് മുറിവേൽക്കുന്നുമുണ്ട്. ക്രിസ്തു പഠിപ്പിച്ച കരുണയുടെ മഹാസാഗരങ്ങളെ ഗൗനിക്കാതെ ശതകുപ്പയുടെയും ദശാംശത്തിൻ്റെയും മാതിരിയുള്ള പ്രബോധനങ്ങൾ മാത്രം മേൽക്കൈ നേടുമ്പോൾ ക്രിസ്തുവിന് മുറിയാതിരിക്കുമോ? ഇനി സംശയക്കാരനായ തോമ എന്ന് തന്നെ ഇരിക്കട്ടെ. സ്നേഹത്തിലെല്ലാം വിശ്വാസം കൂടിയുണ്ട്. ചില സന്ദേഹങ്ങളും ആശയക്കുഴപ്പങ്ങളുമുണ്ട്. സ്നേഹിക്കുന്നുവെന്ന തെളിവിനു വേണ്ടിയുള്ള അടയാളപ്പെടുത്തലുകളുടെ ആഗ്രഹങ്ങളുമുണ്ട്. പിന്നീട് വരുന്ന അധ്യായം സ്നേഹത്തിൻ്റെ സഹനങ്ങൾ എന്ന പേരിലാണ്. സഹനത്തെക്കുറിച്ചാണ്. സ്നേഹിക്കുവാൻ പലർക്കും കഴിയും, സഹിക്കാൻ ചിലർക്കേ കഴിയൂ. അതിലും കുറച്ചു പേർക്ക് സ്നേഹിച്ചുകൊണ്ട് സഹിക്കാൻ പറ്റൂ. സ്നേഹിച്ചുകൊണ്ട് സഹിക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. സഹനം ഒരു ഒറ്റപ്പെട്ട വാക്കല്ല, അത് നാനാർത്ഥങ്ങളുള്ള വാക്കുകളുടെ സംഘടിത രൂപമാണ്. ഒരാളെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഒറ്റയ്ക്കാക്കാവുന്ന ഏതൊക്കെയോ ചില ഘടകങ്ങൾ അതിലുണ്ട്. രോഗമായും വേദനയായും തിരസ്കരണമായും അവമതിയായും അവഹേളനമായും തെറ്റിദ്ധാരണയായും ദാരിദ്ര്യമായും വിരഹമായും സഹനം ഒരാളുടെ ജീവിതത്തിലെ സ്ഥിരതാമസക്കാരനായി മാറുമ്പോൾ അപ്രതീക്ഷിതമായിട്ടെന്തോ സംഭവിച്ച മാതിരി പരിഭ്രാന്തരാകുന്നുണ്ട് നമ്മളെല്ലാവരും. പക്ഷേ ജീവിതത്തിൽ നാം എടുക്കേണ്ട നിലപാട് ഇതും കടന്നു പോകുമെന്ന നിലപാടാണ്. ഇതും
കടന്നു പോകും. പരാതി കൂടാതെ സഹനത്തെ സ്വീകരിക്കാൻ കഴിയുന്നതാണ് സുഹൃതം. ആ സുഹൃതം അഭ്യസിക്കാൻ നമുക്ക് വളരെ ദൂരത്തേക്കൊന്നും പോകണ്ട. ഭരണജ്ഞാനത്തെ അൽഫോൻസാമയെ മാത്രം ധ്യാനിച്ചാൽ മതി. ഏത് സഹനവേളയിലും മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവികതയിൽ അല്പം കൂടി ഉയർന്നു പറക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ട് സഹിക്കാൻ നമുക്ക് പറ്റുന്നത്. മറ്റുള്ളവരെയും നമ്മെയും ദൈവത്തെയും ഒന്നുപോലെ സ്നേഹിച്ചുകൊണ്ട് സഹിക്കാൻ നമുക്ക് പറ്റുന്നത്. ഈ പുസ്തകത്തിലെ മറ്റൊരു അധ്യായത്തിൻ്റെ പേരാണ് കൈ കഴുകുമ്പോൾ. കൈ കഴുകുന്ന പീലാത്തോസിൽ നിന്ന് കാൽ കഴുകുന്ന യേശുവിലേക്കുള്ള ദൂരം ഈ അധ്യായം അടയാളപ്പെടുത്തുകയാണ്. മനോഹരമായി അത് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൈ കഴുകുന്ന പീലാത്തോസിൽ നിന്ന് കാൽ കഴുകുന്ന യേശു. കാലങ്ങളായി നാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പീലാത്തോസിനെ പോലെ കൈ കഴുകുക. പക്ഷെ കാല് കഴുകുന്ന യേശുവാകാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടുമില്ല. കാരണം കൈ കഴുകുന്ന പീലാത്തോസുമാർ നമ്മുടെയെല്ലാം വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. കാല് കഴുകുന്ന യേശുവാകാൻ നമുക്കിനിയും ഏറെ ദൂരം താണ്ടേണ്ടിയിരിക്കുന്നു. കൈ കഴുകാൻ ഏറെ എളുപ്പമാണ്. കാല് കഴുകാനാകട്ടെ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതുണ്ട്. കൈ കഴുകുന്നത് എല്ലായ്പ്പോഴും സ്വന്തം കളിസ്ഥലം സുരക്ഷിതമാക്കലാണ്. കാൽ കഴുകുമ്പോഴാകട്ടെ പലതും വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. അധികാരം നിലനിർത്താൻ പീലാത്തോസിന് കൈ കഴുകേണ്ടതായി വന്നു. ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അധികാരം വിട്ടൊഴിഞ്ഞുകൊണ്ട് യേശു കാൽ കഴുകി. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടുകൂടി പങ്കില്ല. നാം ആയിരിക്കുന്നതും നാം ആയിത്തീരേണ്ടതുമായ രണ്ടു മുഖങ്ങളാണിത്, യേശുവും പീലാത്തോസും. നാം ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ രണ്ടു പ്രവൃത്തികൾ, കൈ കഴുകുന്നതും കാൽ കഴുകുന്നതും. ഒരർത്ഥത്തിൽ ഇങ്ങനെ പറയാമെന്ന് തോന്നുന്നു, പീലാത്തോസിൽ നിന്ന് യേശുവിലേക്കുള്ള ദൂരമാണ് നമ്മുടെ ക്രിസ്തീയതയുടെ അകലം. കൈ കഴുകുന്ന പീലാത്തോസിൽ നിന്ന് കാൽ കഴുകുന്ന യേശുവിൻ്റെ ഹൃദയഭാവത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും കൈ കഴുകിയിട്ടുള്ള പീലാത്തോസുമാരായിട്ടല്ലേ നാം എല്ലാം ജീവിക്കുന്നത്? ഒരുപക്ഷെ നാം അത് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഓർമ്മിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഓരോ പീലാത്തോസുമാർ നമ്മുടെയെല്ലാം വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അറിഞ്ഞോ അറിയാതെയോ നാം പീലാത്തോസുമാരായിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നാം പീലാത്തോസിനെ പോലെ കൈ കഴുകി നമ്മുടെ സ്ഥാനം സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അധികാരം നിലനിർത്തിയിട്ടുണ്ട്. നഷ്ടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ പേരാണ് പീലാത്തോസ്. അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നവൻ്റെ പേരാണ് പീലാത്തോസ്. സേഫ് സോണിൽ നിന്ന് നിലയുറപ്പിക്കുന്നവൻ്റെ പേരാണ് പീലാത്തോസ്. ഇങ്ങനെ പീലാത്തോസുമാരുടെ ഒരു ഭാഗമായി നമ്മുടെ ജീവിതത്തിൻ്റെ ചിലയിടങ്ങളും മാറിയിട്ടുണ്ട്. പക്ഷേ കാല് കഴുകാൻ ചില വിട്ടുകൊടുക്കലുകൾ ആവശ്യമാണ്. ക്രിസ്തു വിട്ടുകൊടുത്തത് അവൻ്റെ ജീവിതത്തെ തന്നെയാണ്. ആ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ, ആ മാതൃക സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നമ്മുടെ കൈകളിൽ ആരുടെയൊക്കെയോ രക്തക്കറകൾ പുരണ്ടിട്ടില്ലേ? അത് ശാരീരികമായി കൊലപ്പെടുത്തിയത് മാത്രമല്ല, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി ആരെയൊക്കെയോ വിട്ടുകളഞ്ഞതിൻ്റെ കറയാണത്. ക്രൂശിക്കാൻ വിട്ടുകൊടുത്തതിൻ്റെ ഖേദമാണത്. ഷേക്സ്പിയറിൻ കഥാപാത്രത്തെ പോലെ ചില കൈകഴുകലുകളുടെ കറ നമ്മുടെ ആത്മാവിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. അറിഞ്ഞോ അറിയാതെയോ പീലാത്തോസുമാരായിട്ടുണ്ടെങ്കിൽ അതിനെയോർത്ത് മിഴിനീരൊഴുക്കാൻ നമുക്ക് കഴിയട്ടെ. കൈ കഴുകുന്ന പീലാത്തോസിൽ നിന്ന് കാൽ കഴുകുന്ന യേശുവിലേക്കുള്ള എൻ്റെ ദൂരം കുറയ്ക്കണമേ എന്നായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കാൽ കഴുകുന്നവരാകാൻ നമുക്ക് സാധിക്കട്ടെ. കാൽ കഴുകുന്നവരാകണമെങ്കിൽ ക്രിസ്തുവിനെ പോലെ എളിമയും ലാളിത്യവുമുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആവാഹിക്കേണ്ടിയിരിക്കുന്നു. ഈ പുസ്തകത്തിലെ മറ്റൊരധ്യായം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആശ്വാസമായി മാറുന്നവരെക്കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ആശ്വാസമായി മാറാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്. ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ എല്ലാവരും അതാഗ്രഹിക്കുന്നുണ്ട്, ഒരു ആശ്വാസം. തണ്ണീർ പന്തലുകൾ പോലെ, അത്താണികൾ പോലെ ദാഹമകറ്റാനും ഭാരമിറക്കി വയ്ക്കാനും ഒരിടം, ഒരാൾ.
പ്രിയമുള്ള ഒരാളുടെ ചുമരായിരിക്കും അത്. അടുപ്പമുള്ള ഒരാളുടെ സാന്നിധ്യമാകാം. ഒന്നും പറയാതെ കൈവിരലുകൾ കോർത്ത് വെറുതെ ഇരിക്കുന്നതാകാം. ഒരാശ്വാസം ആഗ്രഹിക്കുന്നതും അതിൻ്റെ വഴികൾ അന്വേഷിക്കുന്നതും എത്രയോ വ്യത്യസ്തമാണ്. പക്ഷെ ചിലപ്പോൾ ഒരാൾ പോലും ഉണ്ടാവില്ല ആശ്വസിപ്പിക്കാൻ, ഒരാൾ പോലും ഉണ്ടാവില്ല ഒന്ന് ചേർന്നിരിക്കാൻ. എന്നും കൂടെയുണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നവർ ഓടിപ്പോകും, വീണുപോയ മേൽവസ്ത്രം പോലും തിരികെ എടുക്കാതെ. മറ്റു ചിലപ്പോൾ ഇത്തിരി പോന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ നമ്മെ ഒറ്റിക്കൊടുത്തെന്നുമിരിക്കും. ഇനിയും ചിലപ്പോൾ നിന്നെ അറിയില്ലെന്ന് പറഞ്ഞ് ആണയിട്ടെന്നും വരും. ഇത് യാഥാർത്ഥ്യങ്ങളാണ്. കാരണം ഇതാണ് ജീവിതം, ഇതും ജീവിതമാണ്. പക്ഷേ ഇതിന് ഒരു മറുപുറമുണ്ട്. ആരും വിചാരിക്കാത്ത നേരത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ പിൻവാതിലുകൾ തുറന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഇരുളിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന വേളയിൽ വെളിച്ചം തെളിക്കും. മുറിവേറ്റുപിടയുന്ന ഹൃദയത്തെ അരുമയായി തഴുകും. തൂനെറ്റിയിൽ വാത്സല്യത്തോടെ ഉമ്മ വയ്ക്കും. നീ കരയരുത് എന്നും വിഷമിക്കരുത് എന്നും കാതിൽ മന്ത്രിക്കും. നീ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് അണച്ചു പിടിക്കും. ദൈവമേ, ഇവരാണ് ശിമയോന്മാർ, ഇവരാണ് വേറോനിക്കമാർ. ഞാൻ അറിഞ്ഞിട്ടുണ്ടത്. നിൻ്റെ ഭാരം താങ്ങാനെത്തിയ ശിമയോനെക്കുറിച്ചും വേറോനിക്കയെക്കുറിച്ചും. നിൻ്റെ തിരുമുഖം തുടച്ചവർ, നിന്നോട് സഹതപിക്കുന്നവർ. കുരിശിൻ്റെ വഴികളിൽ ക്രിസ്തുവിനെ മറ്റാരും താങ്ങിയില്ല, മറ്റാരും സഹായിച്ചുമില്ല, വേറോനിക്കയും ശിമയോനുമല്ലാതെ. ക്രിസ്തു സ്നേഹിച്ചവരെല്ലാം അവനെ വിട്ടുപോയി. അവനൊപ്പം അവരാരും ഉണ്ടായിരുന്നില്ല, അവനൊപ്പം അവരാരും നടന്നുമില്ല. വീണുപോയ വഴികളിൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. ആട്ടും തുപ്പുമേറ്റ് നിന്ദിക്കപ്പെട്ടപ്പോൾ അത്തരക്കാരോടൊന്ന് ആക്രോശിക്കാൻ. ഇല്ല, അവൻ സ്നേഹിച്ചവർ ആരും ഉണ്ടായിരുന്നില്ല അവൻ്റെ ചുറ്റിനും. സ്നേഹിച്ചവരിൽ നിന്ന് സ്നേഹം കിട്ടില്ല, കൊടുത്തവരിൽ നിന്ന് തിരികെ കിട്ടുകയുമില്ല. സഹായിച്ചവർ തിരികെ സഹായിക്കില്ല. പക്ഷെ ഒരാളുണ്ടാവും ജീവിതത്തിൻ്റെ ഏത് കയ്പിലും നിനക്ക് മധുരം പകരാൻ, ഏതിരുട്ടിലും നിൻ്റെ വിളക്ക് തെളിക്കാൻ. നീ ഒരിക്കൽ പോലും വില കൊടുക്കാത്തവർ പോലുമായിരിക്കും അത്. ഇനി അതുകൊണ്ട് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ സഹായിക്കാതെ പോയതോർത്ത്, നിന്നെ തള്ളിക്കളഞ്ഞതോർത്ത് നീ സങ്കടപ്പെടേണ്ട, പരാതിപ്പെടേണ്ട. ഒരാൾ വരും, ആരെങ്കിലും ഒരാൾ നിൻ്റെ ഭാരം താങ്ങാൻ, ചേറിൽ പുതഞ്ഞ നിൻ്റെ മുഖം തുടയ്ക്കാൻ. നീ എന്താണ് ചെയ്യേണ്ടത്? നീ കാത്തിരിക്കണം. ആ കാത്തിരിപ്പാണ് നിൻ്റെ വിശ്വാസം. ഈ നോമ്പുകാലത്ത് വന്ന ഒരു നോമ്പ് വിചാരങ്ങളുടെ പേര് കുരിശിൽ ഒരിടമെന്നാണ്. കുരിശിലൊരിടം. ആ കുരിശിലൊരിടം കിട്ടാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടതും കാത്തിരിക്കേണ്ടതുമെന്നാണ് ആ ധ്യാന വിചിന്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ അതുമാത്രം മതിയേ. ഈ ഒരു കാത്തിരിപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ ഒരു കാത്തിരിപ്പിലാണ് നമ്മുടെ ആശ്വാസത്തിൻ്റെ അവസാന വാക്ക്. അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കാനും അവൻ്റെ സ്നേഹത്തെ പൊതിഞ്ഞു പിടിക്കാനും ആ സ്നേഹത്തിൽ നനയാനുമൊക്കെ നമുക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ച സംഭവിക്കുന്നത്. ക്രിസ്തുവിനേക്കുള്ള അടുപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അവിടെ തന്നെയാണ്. രാത്രി മുഴുവൻ മഴയായിരുന്നുവെന്ന ഈ പുസ്തകവും അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. അല്പമെങ്കിലും സ്നേഹത്തിൻ്റെ ബന്ധങ്ങളിൽ വളരാൻ, ആ ഒരു മഴയിലൊക്കെ നനഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു മനോഹരമായ ഗ്രന്ഥമാണ് രാത്രി മുഴുവൻ മഴയായിരുന്നു. നമ്മുടെ ജീവിതവും ഇപ്രകാരം പ്രകാശിതമാകട്ടെ. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നോക്കി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്, അവൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ മഴയിൽ നനയാനും മറ്റുള്ളവരെ നനയ്ക്കാനും നമുക്ക് സാധിക്കട്ടെ.